അല്ല, നീ എന്താ റെഡിയാവാത്തെ? ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങാറായില്ലേ? ചെല്ലേ, ചെന്ന് നീ വേഗം റെഡിയായിട്ട് വാ. യാമിനി, ഒരു കോഫി റൂമിലേക്ക് കൊടുത്തോട്ടെ. ശരി പ്രതാപേട്ട. അവർക്ക് ആ ഡ്രസ് പാകമായിരിക്കോ യാമിനി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശേഖരേട്ടാ. ശേഖരേട്ടാ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ചേച്ചിക്ക് എന്താ എന്നോടുള്ള ദേഷ്യമുണ്ടോ? അതോ ഈ റിസപ്ഷൻ നടക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ? നീ എന്തൊക്കെയാ ശേഖര ഈ പറയുന്നേ? റിസപ്ഷൻ നടക്കുന്നതിൽ എനിക്കെന്ത് ഇഷ്ടക്കുറവ്? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വാടാ മോനെ. രാജു, മൈക്കൊന്ന് നിർത്ത്. രാജു, മൈക്കൊന്ന് നിർത്താൻ. എന്താ രാജു, മാഡത്തിന് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. നീ എന്താ ഇങ്ങനെ പെരുമാറുന്ന രാജു? എനിക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കൂ? എന്നെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ വലിയ മനുഷ്യന്റെ വിശ്വാസത്തിന് വിപരീതമായിട്ട് ഞാൻ ഒരു തരത്തിലും പ്രവർത്തിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കിട്ടിയ ലാസ്റ്റ് ചാൻസ് ചെയ്ത്. വർമ്മ സാറിനോട് എനിക്കെല്ലാം തുറന്നു പറയണം. അല്ലെങ്കിൽ ഋതിക മാഡത്തിന്റെ വാക്ക് കേട്ട് ഈ താലിയുടെ പേരില് നമ്മൾ തുടങ്ങി വെച്ച നുണകളുടെ ബലത്തില് നമ്മളുടെ വിവാഹ ജീവിതം എന്ന കള്ളം ജീവിതകാലം മുഴുവനും എനിക്ക് തുടരേണ്ടി വരും. എനിക്കത് പറ്റില്ലെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ മനസ്സിങ്ങനെ കല്ലായി പോയല്ലോ രാജു. അതെ, രാജുവിന്റെ മനസ്സ് വെറും കല്ല. ഋതിക മാഡത്തിന് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും സാധിച്ചു തരും. പക്ഷെ ഇത് മാത്രം എന്നെ കൊണ്ട് സാധിക്കില്ല മാഡം. നിനക്ക് ഇത്രയും വാശിയുണ്ടെങ്കിൽ എനിക്ക് വാശിയുണ്ട് രാജു. ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ എന്റെ കഴുത്തിലെ താലി ഒരു ചരടിൽ കോർത്തിട്ടത്. പക്ഷെ എന്റെ വീട്ടിൽ വെച്ച് എന്റെ അച്ഛൻ സാക്ഷിയായി, അച്ഛന്റെ സമ്മതത്തോടെ ദൈവം സാക്ഷിയായി നീ ഈ മാല എന്നെ അണിയിച്ചതാ. അത് ഞാൻ എന്നെ വർമ്മ സാറ് പിടിച്ച് തള്ളിയപ്പോ അറിയാതെ. അങ്ങനൊന്നും പറഞ്ഞ് നിനക്ക് ഒഴിയാൻ സാധിക്കില്ല രാജു. അറിഞ്ഞോ അറിയാതെയോ ഈ താലി എന്നെ അണിയിച്ചത് നീയാണെങ്കിൽ ഈ ജീവിതകാലം ഋതിക രാജുവിന്റെ ഭാര്യയായിരിക്കും. ഋതിക മേഡം എത്രയൊക്കെ വാദിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനസ്സറിഞ്ഞ് ഋതിക മേഡത്തെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി അണിയിച്ചിട്ടില്ല. ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന വർമ്മ സാറിന്റെ മകളാണ്, എന്റെ നല്ലൊരു സുഹൃത്താണ് എന്ന ബോധ്യത്തോടു കൂടിയേ ഋതിക മേഡത്തെ അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ മറ്റൊരു കണ്ണുകൊണ്ട് ഋതിക മേഡത്തെ ഞാൻ കാണുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ മാഡത്തിന് മനസ്സിലാവുന്നൊരു ദിവസം വരും. അന്ന് ഋതിക മാഡം എന്നോട് പറയും, രാജു നീ പറഞ്ഞതൊക്കെ ആയിരുന്നു ശരിയെന്ന്. സമയം വൈകുന്നു, കേറ്. എന്താ വേണുട്ടാ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല പത്മാവതി മാഡം. കേട്ട കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടണോ സന്തോഷിക്കണമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ പത്മാവതി മാഡത്തെ വിളിച്ചത്. എന്താ വേണുട്ടാ, എന്താ പറ്റിയേ? ഞാൻ ഋതിക മാഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുമില്ല. ഋതിക മാഡം എന്റെ ഭാര്യയോ അല്ല. ഇന്നത്തോടെ ഈ നാടകം എനിക്ക് അവസാനിപ്പിക്കണം. ഞാൻ എല്ലാം വർമ്മ സാറിനോട് തുറന്നു പറയാൻ പോവാ. എന്താ വേണോട്ടെ ഇത്?
ഈ കുട്ടികള് എന്ത് ധൈര്യത്തിൽ ഇങ്ങനെ ചെയ്തത്? വർമ്മ സാറെങ്ങാനും ഇതറിഞ്ഞ അറിയാൻ പാടില്ല വേണുട്ട. രാജുവിനെ പോലെ നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണല്ലോ, നിങ്ങളുടെ ഒക്കെ കൂടെയാണല്ലോ എന്റെ മോള് ജീവിക്കുന്നതെന്ന് ഓർത്ത് ആശ്വാസത്തിലായിരുന്നു ഞാൻ. അംബിക ചേച്ചിയുടെ ദീപകിന്റെ ഇടയിൽ നിന്ന് ഋതിക മോളെ രക്ഷിക്കാൻ വേണ്ടിയാവും രാജു ചിലപ്പോ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്. അവരുടെ വിവാഹം അംഗീകരിച്ച് എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ച് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വർമ്മ സാറ്. അവിടെ വെച്ച് വിവാഹം നടന്നിട്ടില്ലെന്ന് തുറന്ന് പറയാൻ പോവുക രാജു. അയ്യോ, അങ്ങനെ സംഭവിക്കരുത് വേണോട്ട. അങ്ങനെ സംഭവിച്ച വലിയ പ്രശ്നങ്ങളുണ്ടാവും. രാജു എന്റെ ഭർത്താവിന്റെയും മകളുടെയും കൂടെ ഉള്ളതാ അവരുടെ സുരക്ഷ. അതില്ലാതായ അംബിക ചേച്ചിയും ദീപക്കും പിന്നെ പ്രതാപേട്ടനെ ഋതുമോളെ ഉന്നം വെക്കും. എങ്ങനെയെങ്കിലും വേണുവേട്ടൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാൽ അവൻ ഈ കാര്യം കേൾക്കുമെന്ന് ഉറപ്പില്ല പത്മാവതി മാഡം. എങ്കിൽ വേണുവേട്ടൻ എന്തെങ്കിലും ചെയ്ത് രാജുവിനെ തടയേ. എങ്ങനെ? ആലോചിച്ച് നോക്ക് വേണുവേട്ട, ഒരു വഴി തെളിയാതിരിക്കില്ല. ആ ഋതികേച്ചി, എന്താ ചേച്ചി? ചേച്ചിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത? ഒന്നുമില്ല അപ്പു. ചേച്ചി വന്നേ. വാ രാജുവേട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാജു? ഏയ് അങ്ങനെയൊന്നുമില്ല ശേഖരൻ സാറേ. വെറുതെ നുണ പറയണ്ട. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താ, എന്തെങ്കിലും കാര്യത്തിന് രണ്ടുപേരും വഴക്കിട്ടോ? സൗന്ദര്യപ്പിണക്കാണെന്ന് തോന്നുന്നു ശേഖരേട്ടാ. നിങ്ങൾ എന്തിനാ അമ്മച്ചിരിക്കുന്നേ? ഋതി ചേച്ചിയായിട്ട് മോൾ ഇടയ്ക്ക് വഴക്കിട്ട് പിണങ്ങിയിരിക്കാറില്ലേ? അതെ, ഫ്രിഡ്ജിൽ നിന്ന് എന്റെ ചോക്ലേറ്റ്സും ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോ ഞാൻ ചേച്ചിയോട് വഴക്കിടുമായിരുന്നു. ഇതും അത്രേ ഉള്ളൂ. എന്തോ നിസാര കാര്യത്തിന് പിണങ്ങിയിരിക്കുക രണ്ടുപേരും. അയ്യേ, എന്താ രാജുവേട്ടാ ഇത്, കൊച്ചു കുട്ടികളെ പോലെ. വന്നല്ലോ കഥയിലെ നായകനും നായിക. നായകനോ? ആര്? അവനോ? എടാ, ഋതികയുടെ ജീവിതത്തിലെ നായകനെ അവനല്ല ദീപകേ, അത് നീയാ. ഞാൻ നായകനൊന്നും അല്ലമ്മേ, വില്ലനാ. ഋതികയുടെയും പ്രതാപവർമ്മയുടെയും രാജുവിന്റെയും ജീവിതത്തിലെ വില്ലൻ. അല്ല, വേണുട്ടനും രാധമ്മയൊക്കെ എവിടെ? അവര് ഇറങ്ങിയില്ലേ ശേഖരൻ സാറേ? റിസപ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ വരുമല്ലോ അല്ലേ? ശേഖരേട്ടാ, അവരിറങ്ങിയിട്ടില്ലെങ്കിലേ അവരെ വിളിക്കാൻ നമുക്കൊരു കാർ അയച്ചാലോ? അതെ, അത് ശരിയാ. ഡ്രൈവർ ബിനു പുറത്തില്ലേ? ബിനു. അല്ല ശേഖരൻ സാറേ, ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട. വീട്ടിൽ നിന്നാരും റിസപ്ഷൻ ഇവിടേക്ക് വരില്ല. അതെന്താ രാജു? എന്ത് വർത്തമാനമാ രാജു ഈ പറയുന്നേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ഇന്ന്? ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുമ്പോ അതൊക്കെ കാണാൻ രാജുവിന്റെ കുടുംബം ഇവിടെ വേണ്ടതല്ലേ? ശേഖരേട്ടാ, ഞാൻ രാധമ്മയെ വിളിച്ച് സംസാരിക്കാം. നീ വിളിച്ച് അവരോട് പെട്ടെന്ന് റെഡിയാകാൻ പറ. അത് വേണ്ട യാമിനി മാഡം. റിസപ്ഷന് വരണ്ടെന്ന് തീരുമാനിച്ചതന്നെ അമ്മയാ. എന്തിന്? അത് നിങ്ങൾ റൂമിലേക്ക് ചെല്ല്.
പ്രതാപേട്ടൻ നിങ്ങൾക്ക് റിസപ്ഷൻ ഇടാനായിട്ട് വാങ്ങിച്ച ഡ്രസ്സ് ഞാൻ റൂമിലേക്ക് എത്തിക്കാം. രാജു രാജു ഗസ്റ്റ് റൂം എടുത്തു. വേഗം റെഡിയാവണം കേട്ടോളൂ മോളെ. അപ്പു വാ ചേച്ചി. ശരി രാജു. റിസപ്ഷന് നല്ല സുന്ദരി പെമ്പിള്ളേര് വരും. എല്ലാവരുടെയും കണ്ണ് ഈ ദീപകിന്റെ മേലായിരിക്കണം. നീ ഇതുവരെ റെഡിയായില്ലേ? രാജു ഋതികയും അമ്മ വാങ്ങിക്കൊടുത്ത ഡ്രസ്സൊക്കെ അണിഞ്ഞ് റിസപ്ഷൻ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കല്ലേ അമ്മേ. അപ്പൊ ഞാനായിട്ട് എന്തിനാ ഒരു കുറവ് വരുത്തുന്നേ? 4 ആൾക്കാർ വരുന്നിടത്ത് എല്ലാവരും എന്നെയും കൂടെ ഒന്ന് കാണട്ടെ. എന്റെ മോനെന്ന് ഫുൾ കോൺഫിഡൻസിലാണല്ലോ. പിന്നെ കോൺഫിഡന്റ് ഉണ്ടാവാതിരിക്കോ? ആടാറൊരു ഐഡിയ അല്ലേ റിസപ്ഷൻ കൊളാക്കാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആണോ? മിടുക്കൻ. എന്താടാ നിന്റെ പ്ലാൻ? എന്നോട് കൂടി ഒന്ന് പറയടാ മോനെ. അത് വേണോ അമ്മേ? സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നല്ലേ നല്ലത്. അത് വേണ്ട. നീയേ നിന്റെ പ്ലാൻ പറ. പ്ലാന് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് ഞാനൊന്ന് ആലോചിച്ചതിന് ശേഷം നീ മുന്നോട്ട് ചുവടെടുത്ത് വെച്ചാ മതി. ശരി അമ്മേ. രാജു റിസപ്ഷൻ നടക്കുമ്പോ വരുന്ന അതിഥികളോടൊക്കെ മര്യാദയ്ക്ക് വേണ്ടി പെരുമാറാൻ. പിന്നെ അങ്ങനെ വേണമല്ലോ, അതല്ലേ മാനേഴ്സ്. എങ്കിലമ്മ നോക്കിക്കോ. അവനൊട്ടും മാന്യതയില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ എല്ലാവരോടും പെരുമാറും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവനെ അമ്മാവ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതെങ്ങനെയാടാ? ദീപക്കേ, ഇത് മതി. ഇത് കലക്കും. നീ ധൈര്യമായിട്ട് നിന്റെ പ്ലാന് നടത്തിക്കോ. എന്താവശ്യമുണ്ടെങ്കിലും അമ്മ കൂടെ ഉണ്ടാവും. ശരി അമ്മേ. നടക്കാൻ പോകുന്നത് ആലോചിച്ചിട്ടേ എനിക്കുണ്ടല്ലോ, എനിക്കെന്റെ സന്തോഷം അടക്കാൻ പറ്റുന്നില്ലടാ. മകളോടും മകനോടും മനസ്സലിവ് തോന്നി അവർക്ക് വേണ്ടി പ്രതാപൻ നടത്താനിരിക്കുന്ന റിസപ്ഷൻ മുടങ്ങി വിളിച്ചു വരുത്തിയിരിക്കുന്ന അതിഥികളുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കുന്ന പ്രതാപന്റെ മുഖം എനിക്ക് കാണണം ദീപക്കേ. അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരുമേ. രാജു, ഇനിയും പേടിച്ചിട്ട് കാര്യമില്ല. ധൈര്യമായിട്ട് വർമ്മ സാറിനോട് പറയേണ്ടതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഋതിക മാഡത്തിന്റെ ജീവിതം തെറ്റായ ദിശയിലേക്കായി പോകും. ഋതിക മാഡം നിന്റെ കൂടെ അല്ല, നല്ലൊരു സുന്ദരനായ സമ്പത്തുള്ള നല്ല ജോലിയുള്ള ഒരാളുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. എങ്കിലേ ഋതിക മാഡത്തിന്റെ ജീവിതം ഒരു നല്ല ജീവിതമാവും.
തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ രാജു? ഇല്ല മാഡം. എനിക്കറിയാം രാജു, നീ നിന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല. കാരണം നിനക്ക് എല്ലാത്തിനേക്കാളും വലുത് എന്റെ അച്ഛന് നിന്നോടുള്ള വിശ്വാസവും നിനക്ക് എന്റെ അച്ഛനോടുള്ള ആദർശവും. പ്രായത്തിൻ്റെതായ പക്വതകൾ ഒന്നുമില്ലാത്ത ഒരു പൊട്ടി പെൺകുട്ടിയുടെ മനസ്സിലെ ചിന്തകൾക്കും അവളുടെ ആഗ്രഹങ്ങൾക്കും അവൾക്ക് ആദ്യമായി തോന്നിയ പ്രണയത്തിനും എന്ത് പ്രസക്തിയല്ലേ? പ്രതിക മാഡം, ഞാൻ വേണ്ട രാജു, നിനക്ക് പറയാനുള്ളതൊക്കെ എത്രയോ തവണ ഞാൻ കേട്ടിട്ടുള്ളതാ. അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സ് നിന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട്. നീ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചോണ്ടിരിക്കുകയല്ലേ? എനിക്കിനി പ്രതീക്ഷകളൊന്നും ഇല്ല രാജു. മരവിച്ച മനസ്സുമായിട്ടാ ഞാൻ നിന്റെ മുന്നിൽ ഇപ്പോ നിൽക്കുന്നത്. നിന്നെ പ്രണയിച്ചു തുടങ്ങിയ ദിവസം മുതലാ ഞാൻ എന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മറക്കാൻ തുടങ്ങിയത്. ജീവിതത്തിൽ അതുവരെ സമാധാനം എന്താണെന്നറിയാതെ ജീവിച്ചിരുന്ന എനിക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്റെ വിഷമങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സമാധാനം നൽകാൻ, സാന്ത്വനമേകാൻ എനിക്കും ഒരാളുണ്ടെന്നുള്ള വിശ്വാസമുണ്ടായി. എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു രാജു. പക്ഷെ നീ എന്റെ പ്രണയത്തെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കല്ലേ? നീ ജയിച്ചോളൂ രാജു. നിന്റെ ആദർശവും വിശ്വാസവും നീ കാത്തുരക്ഷിച്ചോ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. ആരോടും പരാതിയില്ല, ആരോടും പരിഭവവും ഇല്ല. രാജു, മാഡം, എന്നോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ രാജു നീ എന്റെ എല്ലാ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും എന്നെ സമാധാനിപ്പിക്കാൻ വന്നത്? എന്തിനാ നീ എന്നോട് അടുപ്പം കാണിച്ചത്? അതുകൊണ്ടല്ലേ നീ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നും ഞാൻ സന്തോഷമായിട്ടിരിക്കുമെന്ന് തോന്നിയതുകൊണ്ടല്ലേ ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ പ്രണയിച്ചു പോയത്. രാജു, മാഡം, രാജുവേട്ടാ, ചേച്ചി താഴേക്കിറങ്ങി വരണേ, നേരം വൈകുന്നു. പ്രതിക മാഡം, നമുക്ക് പോവാം. നീ എന്നെ തനിച്ചാക്കി പോവാണല്ലേ രാജു? ഈ വേഷത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛൻ വാങ്ങി തന്നതല്ലേ, അതുകൊണ്ട് നിനക്ക് ഈ ഡ്രസ്സും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? പിന്നെന്താ രാജു,
അച്ഛന്റെ മകളായ എന്നെ നീ സ്നേഹിക്കാത്ത അതിനൊക്കെ ഒരു യോഗം വേണമല്ലേ? എന്റെ മുഖം കണ്ട ഞാൻ കരഞ്ഞതാണെന്നൊന്നും തോന്നില്ലല്ലോ രാജു. രാജു വാ, നമുക്ക് ഹാളിലേക്ക് പോവാം. എന്താ രാജു നിൽക്കുന്നെ? വാ, നിനക്ക് അച്ഛനോടെല്ലാം തുറന്നു പറയാനുള്ളതല്ലേ. വാ. ഋതിക മാഡം, സോറി. സോറിയോ? എന്തിന്? രാജുന് വിഷമമായോ? രാജു വാ.